ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ഉണ്ട്. ആ ഡീപ്പ് ക്ലീനിങ് ഡേ എളുപ്പമാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചില ഓഫ് ഡേയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരും കേട്ടോ. അല്ലെങ്കിൽ ആ ഡീപ്പ് ക്ലീൻ ഡേ കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ എവിടെയെങ്കിലും കിടപ്പിലായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ സെഗ്മെൻ്റായിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരും. അപ്പോൾ എനിക്ക് ആ ഡീപ്പ് ക്ലീനിങ് ഡേ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, പെട്ടെന്ന് തന്നെ തീരാറുമുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേനും ഞാൻ ഫ്രീ ആകും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ചെറിയ ക്ലീനിങ് ഡേ ആണ് കേട്ടോ ഇത്. വാടക വീടായിരുന്നാലും ഇതെനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല ഞങ്ങളെല്ലാവർക്കും. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറയുന്ന പോലെ വാടക വീടായിരുന്നാലും എനിക്ക് എൻ്റെ സ്വന്തം വീടിനെക്കാട്ട് സ്നേഹം ഇതെനിക്കുണ്ട് കേട്ടോ. സ്വന്തം വീട് പണിയിപ്പിച്ചുവെങ്കിലും അതിലധികം നിൽക്കാനോ അതിനെ ഒന്ന് സ്നേഹിക്കാനോ ഉള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അധ്വാനത്തിൻ്റെതായിട്ടൊരു സ്നേഹം അതിനോടുണ്ട്. പക്ഷേ ഇതിനോട് അധ്വാനത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ 4 ചുവരുകൾക്കുള്ളിലായതുകൊണ്ടും ഏറ്റവും കൂടുതൽ ചെലവിടുന്ന സ്ഥലമായതുകൊണ്ടും ഒക്കെ ആകാം എന്തോ ഒരു വല്ലാത്ത സ്നേഹം ഈ വീടിനോടുണ്ട് കേട്ടോ. സ്വന്തം വീട് തൂത്ത് തുടയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തൂത്തും തുടച്ചും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതും ഇതാണ്. അത് ഒരു കാരണമാകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് വട്ടുണ്ടെന്നാണ് എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. കാരണം ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് അവരെന്നെയാണല്ലോ കാണുന്നത്. ഈ അടുക്കിപ്പറക്കലും തൂത്തുപറക്കലും വട്ടിൻ്റെ ലക്ഷണമാണെന്നാണ് അന്ന് തൊട്ടേ അവരെന്നെ കളിയാക്കുന്നത്. പിന്നെ പ്രായം കൂടുന്തോറും ഈ വട്ടിച്ചിരി കൂടി വരുന്നുണ്ടോയെന്ന് എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ല. എൻ്റെ മക്കളും അത് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ക്ലീനിങ്ങിൻ്റെ ഭാഗമായി ആദ്യം തന്നെ ഉണങ്ങിയ തുണികളെല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിലെല്ലാം ഒന്ന് നേരെ ഇടുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിട്ടാൽ തന്നെ നമ്മുടെ വീടിന് ഒരു ഓട്ടോമാറ്റിക് ഷൈനിങ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ജനലിൻ്റെ പൊടികളെല്ലാം ഒന്ന് തുടച്ച് കളയുകയാണ്. ആക്ച്വലി ഞാൻ ചെറിയൊരു ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എന്നും ഞാൻ ചെയ്യുന്ന ക്ലീനിങ് തൂക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതൊരു ഡീപ്പ് ക്ലീനിങ് ആയി പോയി എന്ന് പറയുന്നതായിരിക്കും. എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൃത്തിയാക്കലിൻ്റെ ബാധ കയറി എന്നാണ് എൻ്റെ അമ്മ പറയുക. അപ്പോൾ ജനലെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഒരു നനഞ്ഞ തുണി വെച്ച് നമ്മൾ തുടയ്ക്കുവാണെങ്കിൽ പൊടി എങ്ങും പാറി പോവുകയുമില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കാനും പറ്റും കേട്ടോ. ഇതിനൊരു ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ആ ക്ലീനിങ് സൊല്യൂഷൻ. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരികയാണ്. നിങ്ങൾ ഈ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് ക്ലീൻ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് തന്നെ ചോദിച്ചോളൂ. അതിന് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. അതിനെടുക്കേണ്ട ആദ്യത്തെ കാര്യം വിനെഗറാണ് കേട്ടോ. നമ്മുടെ വൈറ്റ് വിനെഗർ. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പുൽത്തേലും 1, 2, 3 തുള്ളി പുൽത്തേലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുൽത്തേലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ 2, 3 തുള്ളി ഒഴിച്ചാലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സോപ്പ് സൊല്യൂഷനാണ്. സോപ്പ് സൊല്യൂഷന് പകരം ഞാൻ ഉപയോഗിക്കുന്ന ഈ നമ്മുടെ ഡിഷ് വാഷർ ഇല്ലേ, ഡിഷ് വാഷർ സൊല്യൂഷൻ്റെ ഒരു 3-4 ml ഒഴിക്കുക. അല്ലെങ്കിൽ കുറച്ചങ്ങ് നിങ്ങളുടെ ഒരു കണക്കിന് അങ്ങ് ഒഴിച്ചോ. അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് നിങ്ങളിത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കറയും ഇതുകൊണ്ട് കളയാൻ പറ്റും കേട്ടോ. എനിക്കത് മനസ്സിലായത് ഈ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ നേരമാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലായത്. അതിൽ സ്വിച്ച് ബോർഡിൽ നിറയെ ചെളി ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ എപ്പോഴും ചെന്ന് പിടിച്ചിട്ടൊക്കെ. പക്ഷേ അത് നല്ല വൃത്തിയായിട്ട് പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമായി എന്ന് പറയുന്ന ആണിക്കും ശരി. അപ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് ബോർഡ് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അതിൽ പ്ലാസ്റ്ററിൻ്റെ ഒരു മാർക്കുണ്ട്. പണ്ട് എൻ്റെ ഇളയ മോള് അതിലൊന്നും ചെന്ന് കൈ ഇടാതിരിക്കാൻ ഞാനിത് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. അതിന് പാട് അങ്ങനെയുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, ഞാൻ ഇതുകൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്തോടനെ അത് ഓരോന്നായിട്ട് ഇളകി പോകാൻ തുടങ്ങി കേട്ടോ. ഇതിന് മുന്നേ ഞാനിത് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അതിലെ പാടുകൾ അങ്ങനെ പോയി. നിങ്ങൾ എന്തായാലും ഇനി ഒരു ക്ലീനിങ് സൊല്യൂഷന് വരും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാകാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ ആ പാടൊക്കെ പോയത് നോക്കിയാൽ അടിപൊളി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ റൂമിലെ എല്ലാ സ്വിച്ച് ബോർഡും തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരെണ്ണം ക്ലീൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ. അത് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഇത് ശരിയായപ്പോൾ തന്നെ ഒന്ന് ആവേശമായി പോയി. അങ്ങനെ ഓടി നടന്ന് ഞാൻ ഈ വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡും തന്നെ ക്ലീൻ ചെയ്തു കേട്ടോ. സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഡൈനിങ് ടേബിളും അങ്ങനെ മേശവിരിയും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഓൾ പർപ്പസ് ക്ലീനർ സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ഒഴിച്ച് ഇതിനകത്ത് വെച്ചിരിക്കും. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാനിത് സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ഈ മേശയൊക്കെ തുടയ്ക്കാൻ വേണ്ടി ഇത് നേരത്തെ തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഡൈനിങ് ടേബിളും നമ്മുടെ സൈഡ് ടേബിളും മേശയും ഒക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്ന ടി വി സ്റ്റാൻഡാണ് കേട്ടോ. ഇതിലും ആവശ്യത്തിൽ കൂടുതൽ പൊടിയുണ്ട്. നമ്മളോർക്ക് ടി വി സ്റ്റാൻഡിലെങ്ങും പൊടിയില്ലായിരിക്കുമെന്ന്. പക്ഷേ വെറുതെയാണ് കേട്ടോ. തുടച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലവണ്ണം അതിലൊക്കെ പൊടിയുണ്ടായിരുന്നു. ആ സൊല്യൂഷൻ തന്നെ സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെയും തുടച്ചെടുക്കുന്നത്. ആ ലാപ്ടോപ്പിൻ്റെ അവിടെ കീബോർഡിലും ഒക്കെ പൊടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തുണി കൊണ്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. വാഷ് ചെയ്തിട്ട് വന്ന് പിന്നെയും ആ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലവും പിന്നെയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ടി വി സ്റ്റാൻഡിൻ്റെ അടുത്തിരിക്കുന്ന ഈ 2 ചെറിയ സ്റ്റാൻഡും കൂടെ ക്ലീൻ ചെയ്യണം. ഈ ചെറിയ 2 സ്റ്റാൻഡ് ആണെങ്കിലും ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ ഡെക്കോർ ഐറ്റംസ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടിയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിചാരിച്ചില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട് ഇതൊന്നും വാങ്ങിച്ച് കൂട്ടണ്ടായിരുന്നു എന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഡീപ്പ് ക്ലീനിലാണ് ആ പെണ്ണിൻ്റെ ഒരു സൈഡ് മുഴുവൻ തകർന്നു പോയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ പെണ്ണിനെ ഞാൻ പതുക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് പോയെങ്കിലും ഒരു സൈഡ് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ പൊട്ടി സൈഡ് അങ്ങനെ കാണാൻ വലിയ വൃത്തിയോടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവളെ കളയാതെ അവിടെ വെച്ചേക്കുന്നത്. അത് ഞാൻ ജാപ്പനീസുകാരുടെ നിന്ന് പഠിച്ചാണ് കേട്ടോ. ജാപ്പനീസുകാരുടെ ഒരു ശീലമാണ് എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും അത് മാക്സിമം ഉപയോഗിച്ച ശേഷം അതുകൊണ്ട് കളയുക എന്നുള്ളത്. അല്ലാതെ അവർ ചെറിയൊരു മാറ്റം വരുമ്പോഴോ ഡാമേജ് വരുമ്പോഴോ ഒന്നും അവർ ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ ആ ശീലം ഞാനും ഒന്ന് പ്രാവർത്തികമാക്കി പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒരു ത്വര വരാറുണ്ട് കേട്ടോ. അതുപോലൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ത്വര വന്ന് വീടൊന്ന് ക്ലീൻ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? എന്തായാലും ഈ സ്ഥലം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോയാലോ? അടുത്ത സ്ഥലം എന്നുള്ള കണ്ണാടിയൊക്കെയാണ് കേട്ടോ. ഈ കണ്ണാടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാ ദിവസവും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വീടിന് ഒരു ഐശ്വര്യം വരും കേട്ടോ. നമ്മുടെ കണ്ണാടി അതിനൊരു മെയിൻ ഘടകമാണ്. അപ്പോൾ ഈ ഡീപ്പ് ക്ലീൻ അല്ലാത്ത ദിവസവും നിങ്ങൾ രാവിലെ തന്നെ കണ്ണാടി ചുമ്മാ ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തിടണം കേട്ടോ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും. അപ്പോൾ കണ്ണാടി രണ്ടും ഞാനിന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ ക്ലീനിങ് എല്ലാം എല്ലാവരുടെയും വീട്ടിൽ പലതരത്തിലായിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അതിലിപ്പം പ്രത്യേകിച്ച് കാണിക്കാൻ എന്തുണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനായി വീടൊന്ന് ക്ലീൻ ചെയ്തെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. കാരണം എനിക്ക് ഇങ്ങനെ പല ക്ലീനിങ് വീഡിയോസും കാണുമ്പോൾ ഇതൊരു എനർജി ബൂസ്റ്ററാണ് കേട്ടോ. പെട്ടെന്ന് ഓടിപ്പോയി ക്ലീൻ ചെയ്യാൻ തോന്നും. പിന്നെ ഞാൻ ഒരിക്കലും ക്ലീൻ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഇപ്പം കാണിച്ചത്. ആ അടുക്കളയുടെ സൈഡിലുള്ളൊരു ജനൽപ്പടിയാണ് കേട്ടോ. അത് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി കുറേ സമയം കഷ്ടപ്പെടേണ്ടി വന്നു. അത് ക്ലീൻ ചെയ്തെടുത്ത ശേഷമുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ കിടക്കയുടെ ഒരു സൈഡ് ടേബിളുണ്ട്. അത് ഞാൻ വന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു സൈഡ് ടേബിളാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാളിൽ പോയി ആ സോഫയുടെ വിരിയൊക്കെ ഒന്ന് നേരെ വിരിച്ചിടാം കേട്ടോ. കുഞ്ഞുങ്ങൾ ഇരുന്ന് കളിച്ചിട്ട് പോയതാണ്. അപ്പം അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ക്ലീൻ ചെയ്തിടുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹാളും ഡൈനിങ് ടേബിൾ റൂമും സിറ്റിംഗ് റൂമും ലിവിങ് റൂമും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ പാർട്സായിട്ടാണ് ഓരോരോ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ആ സോഫയിൽ വിരിയൊക്കെ ഒന്ന് വിരിച്ചിട്ടപ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ സോഫയുടെ വിരി അങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭംഗിയുണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മളിതൊക്കെ ഒന്ന് വിരിച്ചിടാമെങ്കിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ വരുന്ന പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൃത്തി നമ്മുടെ വീട്ടിലേക്ക് വരും കേട്ടോ. അതൊക്കെ തല്ലിപ്പടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കൊണ്ട് കഴുകാനിടുന്നുണ്ട് കേട്ടോ. ഈ സോഫ കവർ ഇന്ന് കഴുകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതും കഴുകിയെടുത്ത് വിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില്ലറയും അല്ലറയായിട്ടൊക്കെ പിള്ളേർ പറക്കിട്ടേക്കുന്ന ടോയ്സും അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടുക്കി പറക്കി ഇടാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ട്, അതിലേക്കാണ് കൊണ്ടിടുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഫാൻ തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഫാനൊക്കെ വൃത്തികേടായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഗസ്റ്റ് വരുവാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്നും മുകളിൽ കയറി ക്ലീൻ ചെയ്യാൻ ആരുമില്ല, നിങ്ങൾ തനിയെ ഉള്ളെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം ഈ ഫാൻ അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫാൻ പിടിച്ച് നിർത്തണം. എന്നിട്ട് നമ്മുടെ തൂത്ത് വരുന്ന ഇതുപോലത്തെ ഒരു സ്റ്റിക്കില്ലേ, അതിലേക്ക് ഒരു നനഞ്ഞ തുണി ഇടണം കേട്ടോ. നനഞ്ഞ തുണി എടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിലെ എല്ലാ മണ്ടക്കത്തെ എന്ന് വെച്ചാൽ പുറമെ കാണുന്ന എല്ലാ തന്നെ ചെളിയും ഈ തുണിയില വരും. അപ്പം നനഞ്ഞ തുണി ആയിരിക്കണമെന്ന് മാത്രം. ഫാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഊരി തുടയ്ക്കുക തന്നെ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത സെഷനും പോകാനുള്ളത് അടുക്കളയിലേക്കാണ്. അടുക്കള തന്നെ ഒരു വലിയ സെഷനാണ്. ഒരു ദിവസം ക്ലീൻ ചെയ്താലും തീരാത്ത രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ഉള്ള സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്ന അലമാരയിലെല്ലാം അടപ്പ് നല്ലോണം ആ സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10-20 മിനിറ്റുള്ള വലിയൊരു വീഡിയോ ആയി പോകും. അത്രയും വലിയ വീഡിയോ ഒന്നും ഞാനിട്ടാൽ ആരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് പാർട്ട് 1 പാർട്ട് 2 ആക്കായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഇതിൻ്റെ പാർട്ട് 1 ആയിട്ടിരിക്കട്ടെ. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വേഗം കാണാം. ബൈ ബൈ.